ശോഭാ സുരേന്ദ്രൻ 2016 22,000 40,000 ആക്കിയപ്പോൾ 18,000 വോട്ട് അധികം പിടിച്ചതുപോലെ ഇത്തവണയും ഒരു 18,000 20,000 വോട്ട് അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്നൊരു സത്യം അവിടെ നിലനിൽപ്പുണ്ട്. ഇതിന് പരമാവധി അല്ലായിരുന്നു 50,000 വോട്ടുകൾ. അത് കഴിഞ്ഞ് 2021 ശേഷം അധികം വോട്ടർമാർ അവിടെ ആയിട്ട് അത്രമാത്രം ഉയർച്ച ഉണ്ടായിട്ടില്ല വോട്ടർമാരുടെ. 50,000 എന്ന് ഈ ശ്രീധരൻ 2021 നേടിയത് അത് BJPയുടെ ഒരു പരമാവധി വോട്ട് എന്ന രീതിയിലാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നത്, ഒന്ന് NMR റസാക്കിനെ CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിലെ വോട്ട് CPMൻ്റേത്, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങളിലുള്ള വോട്ട് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രന് തൻ്റെ വ്യക്തിത്വം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു 4 തവണയായിട്ട് ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഹിന്ദു സ്ഥാനാർത്ഥികൾ വന്നാൽ അവരെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾ വന്നാൽ അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നതിന് എഗൻസ്റ്റായിട്ട് ഒരു വർക്ക് താഴത്തെ തട്ടിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിജയിച്ചു വരാൻ അങ്ങനെ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഒരു നീക്കവും അവിടെ നടക്കുന്നുണ്ട്.